13ാം വാർഡിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം മെയിനായിട്ടൊരു ലീക്ക് ഉണ്ടായിരുന്നു അണിയിൽ തോടിന്റെ ഭാഗത്തേക്ക് പൈപ്പ് പൊട്ടിക്കിടന്നതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മളുടെ ശ്രദ്ധയിൽ തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒരു ശനിയാഴ്ച വൈകിട്ട് തുടങ്ങി ഇന്നലത്തോടുകൂടി രാവിലത്തോടുകൂടി ആ പണി തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഈ പറഞ്ഞ 13ാം വാർഡിലൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ടും ഭേദപ്പെട്ടു എന്ന് പറയില്ല. പിന്നെ അതുപോലെ 1ാം വാർഡിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിപ്പോഴും നമുക്ക് 1-2 ലീക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നാളത്തേക്കുള്ളിൽ പരിഹരിക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ സാറിൻ്റെ ഭാഗത്താണ് തോന്നുന്നത് കമ്പ്രോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗത്ത് ഒരു ലീക്ക് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പരിഹരിക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം 1ാം വാർഡിൽ ഇപ്പോഴും ഇമ്പ്രൂവ് ആകാതെ കിടക്കണം എന്തോരാന്നൊരു നമ്മുടെ പഴയ ആ വർക്ക് ഇപ്പോഴും ഒരു കുറച്ചും കൂടി ഇടാനുള്ള ഒരു ഇതുണ്ട്. അത് 13ാം വാർഡിലെ കാവുങ്കലിൻ്റെ ഭാഗത്താണുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേഗം. പിന്നെ അത് ഒപ്പം തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് പരിഹരിക്കാനുള്ള നടപടികളാക്കാം. എയും ഫീൽഡ് സ്റ്റാഫും അവിടെ തന്നെ ഉണ്ട്. 1ാം വാർഡും 13ാം വാർഡും ആയിട്ട് തന്നെ അവരുണ്ട്. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിട്ട് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യാം. നമുക്കൊരു 5 ദിവസം എന്തായാലും ഒന്ന് തരണം. ഒരു 3-ാം തീയതി വരെയുള്ളൊരിത് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ദൂരീകരിച്ച് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് തന്നെ ഒന്ന് ആവർത്തിച്ച് ചെയ്ത് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. നമുക്ക് 1000 വെള്ളമുണ്ട് ഇന്ന് വിടാണ്ടിരുന്ന ഞങ്ങൾ 2 ദിവസം പറഞ്ഞില്ലേ 5 ദിവസം ഞങ്ങൾ നടപടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഒരു സമയം തരും. ഇമ്പ്രൂവ് ആയിട്ടില്ല ഒരു 4 മാസത്തൊക്കെ അതൊന്നും പറയാനില്ല. ഇത് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് ഈ ഫണ്ട് അനുഭവിച്ച് അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം നടന്നല്ല. ഈ പറയുന്ന ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ ചെയ്ത് മെമ്പർമാർ നിങ്ങളെ വിളിച്ചു എക്സിനോടും എയിനോടൊക്കെ പറഞ്ഞതാണ് അയാളെ സ്ഥലം സ്പോട്ട് കാണിച്ചോട്ടെ എവിടെ പ്രശ്നമൊന്നും. എന്നിട്ട് ആ സ്പോട്ട് കാണിച്ചോട്ടെ നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കി ഇത്ര നാളെ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങൾ പോയി നോക്കണല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ 3 പൊട്ടിക്കിടക്കുന്ന ഈ 5 ദിവസത്തേക്ക് വെള്ളത്തിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യും? 5 ദിവസം പരമാവധിയാണ്. 5 ദിവസം ആളുകൾ ജീവിക്കണ്ടേ? കിടപ്പ് രോഗികൾ പ്രസവിച്ച അല്ല വാട്ടോത്തിന് അങ്ങനെ ഞങ്ങൾ 5 ദിവസം എന്ത് ചെയ്യാവുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ച് അതൊരു 3-ാം തീയതിക്കുള്ളിൽ പരിഹരിക്കാൻ. ആയിക്കോട്ടെ. അതുവരെ വെള്ളത്തിന് ചെയ്യും. 5 ദിവസം വരെ വെള്ളത്തിന് ചെയ്യാം. 5 ദിവസം വെള്ളത്തിന് ചെയ്യും. അതാണ് ഞങ്ങൾക്ക് വേണ്ട അറിയാം. 5 ദിവസം ഞങ്ങൾക്ക് കുടിക്കണമല്ല. അതിനെന്ത് ചെയ്യണം? വെള്ളം കിട്ടൂല. 5 ദിവസം നിങ്ങൾ വണ്ടി വെള്ളം അടിച്ചു തരും. 5 ദിവസം നിങ്ങൾ വണ്ടി വെള്ളം അടിച്ചു തരും. അതിനൊരു ചെയ്യുമ്പോൾ 5 ദിവസം വെള്ളം അടിച്ചു തരാം. ഈ പരിഹരിക്കുന്നത് ഒരു കാര്യം സാറിന് പറയാം. അവിടെ ഇടവനക്കാടിന് വാട്ടർ ടാങ്ക് സ്വന്തമായിട്ടുള്ള വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇടവനക്കാടിന്റെ ഉപയോഗമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. എന്നിട്ടും വളരെ കുറച്ച് സമയം മാത്രമേ ഇടവനക്കാട് പമ്പിങ് ഉള്ളൂ ആ ടാങ്കിൽ നിന്ന് വരും. നമ്മുടെ ഇടവനക്കാടിലേക്ക് ആ കുറച്ച് വെള്ളം കൂടി കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഇത് നമ്മൾ ഇവിടെ ഇങ്ങേക്ക് മാത്രം പറയാൻ പറ്റുന്ന തീരുമാനമല്ല. ഇത് ഏക്കും പിന്നെ ഈ 3 ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരാതി ഞാൻ പറഞ്ഞ വലിയ ഒരു കമ്മിറ്റി വിളിച്ചിട്ട് അതാണ് തീരുമാനമുള്ളൂ. അല്ലാണ്ട് ഈ മാഡത്തിനോട് ചോദിച്ചോ. കളക്ടറുടെ ചേംബറിൽ കളക്ടറുടെ ചേംബറിൽ ഈ മാഡം ഞങ്ങൾ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും 5 ദിവസം വെള്ളം കുടിക്കണം. എന്റെ മുന്നേറ്റം നമ്മൾ ഇപ്പൊ നേരിലേക്ക് ഇപ്പോൾ ഉണ്ടാവും. 2 ദിവസം സമയം കൊടുക്കും. 2 ദിവസം സമയം കൊടുക്കാം. നമ്മൾ സമയം കൊടുക്കാം. 10 ദിവസം സമയം തരാം. അവർ 5 days ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 10 ദിവസം സമയം തരാം. 5 അല്ല. ഒരു കാര്യം മനസ്സിലാക്കി ഇവര്